എല്ലാവർക്കും നമസ്കാരം. കെമിസ്ട്രിയിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് സൊല്യൂഷൻസ് എന്നൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രേഷ്മ ടീച്ചർ നിങ്ങൾക്ക് 9ാമത്തെ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി അടുത്ത ചാപ്റ്ററിലോട്ട് പോവുകയാണ്, 1ാമത്തെ ചാപ്റ്റർ. ഇപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റിലെ 1ാമത്തെ ചാപ്റ്ററാണ്. സോളിഡ് സ്റ്റേറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. രണ്ടാമത്തെ ചാപ്റ്ററിനേക്കാളും കുറച്ച് എളുപ്പമുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. അതായത് ഇതിൽ ഹരവസ്തുക്കളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാറ്ററിനെ 7ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ നമുക്ക് ചുറ്റും കാണുന്നത് മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 1 സോളിഡ്, 2 ലിക്വിഡ്, 3 ഗ്യാസ്. ഈ 3 സ്റ്റേറ്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ മുൻപ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് സോളിഡ്സിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. 1, ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, ഷേപ്പ് ആൻഡ് വോളിയം. കുഞ്ഞു ക്ലാസ്സിലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഹരപദാർത്ഥത്തിന് ഡെഫിനിറ്റ് മാസ്, അതായത് ഭാരമുണ്ട്, കൃത്യമായ ഷേപ്പുണ്ട്, കൃത്യമായ വോളിയമുണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ ഇരിക്കുവാൻ ആവശ്യമായ സ്ഥലമാണ് വോളിയം, സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം. അപ്പോൾ സോളിഡ്സിന് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, കൃത്യമായൊരു ഭാരമുണ്ട്, കൃത്യമായ ഷേപ്പുണ്ട്, അതിന് കൃത്യമായൊരു വോളിയവും ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ്, മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. സോളിഡ്സിൽ തന്മാത്രകൾ വളരെ വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കാരണം അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. സ്ട്രോങ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇതാണ് സോളിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. പൊതുവേ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇൻകംപ്രസിബിൾ ആണ്, അതായത് നമുക്ക് കംപ്രസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് മാറ്റാൻ സാധിക്കാത്തതാണ്. റിജിഡാണ്, സ്ട്രോങ് ആണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഇല്ല, സ്വന്തമായിട്ട് അതിന് ചലിക്കാനുള്ള കഴിവില്ല. എന്നാൽ ഗ്യാസിനാണെങ്കിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്, സ്വന്തമായിട്ട് എങ്ങനെ വേണമെങ്കിലും ചലിച്ചു പോകാം. സോളിഡ്സിന് സ്വന്തമായിട്ടുള്ള ചലനശേഷിയില്ല. ഇതാണ് സോളിഡ്സിൻ്റെ പ്രത്യേകത. ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, ദേ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ദേ ഹാവ് ഡെഫിനിറ്റ് വോളിയം. ദർ മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. വളരെ അടുത്തടുത്താണ് മോളിക്യൂൾസ് സ്ഥിതി ചെയ്യുന്നത്. ദേ ഹാവ് സ്ട്രോങ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ മോളിക്യൂൾസ് തമ്മിൽ ശക്തമായ ആകർഷണ ബലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ ആയിരിക്കും. ദേ ആർ ഇൻകംപ്രസിബിൾ. നമുക്കതിനെ അമർത്തി അതിൻ്റെ ഷേപ്പ് ഒന്നും മാറ്റാൻ സാധിക്കില്ല. ആൻഡ് റിജിഡ്, വളരെ സ്ട്രോങ് ആണ്. ഇതാണ് സോളിഡ്സിൻ്റെ പ്രത്യേകത. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. സോളിഡ്സിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 ക്രിസ്റ്റലൈൻ സോളിഡ്സ്, രണ്ടാമത് അമോർഫസ് സോളിഡ്സ്. ഇപ്പോൾ 2 ടൈപ്പ് സോളിഡ്സ്, ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. അതിൻ്റെ ഫിഗർ നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായ അറേഞ്ച്മെൻറ്റ്, ഓർഡർലി അറേഞ്ച്മെൻ്റ് ഉള്ള സോളിഡ്സിനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത ഫിഗർ നോക്കുക, അമോർഫസ് സോളിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുക. അതിലൊരു കൃത്യമായ ഓർഡർ ഇല്ല. ചില സ്ഥലങ്ങളിൽ തന്മാത്രകൾ ചേർന്നിരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് അമോർഫസ് സോളിഡ്സ്. അപ്പോൾ ഓർഡർ അറേഞ്ച്മെൻ്റുള്ള സോളിഡ്സിനെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും, റെഗുലർ അല്ലാത്ത ഓർഡർ, അതായത് ഡിസോർഡർ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് ഉള്ള സോളിഡ്സിനെ അമോർഫസ് സോളിഡ്സ് എന്നും പറയും. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ, ഉപ്പിൻ്റെ ക്രിസ്റ്റൽ. അതിന് ഇപ്പോൾ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അതിലെ പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്, ഒരു ഓർഡർ അറേഞ്ച്മെൻറ്റ് അതിലുണ്ട്. എന്നാൽ അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റബ്ബർ അമോർഫസ് സോളിഡാണ്. അപ്പോൾ അമോർഫസ് സോളിഡ് എന്ന് പറയുമ്പോൾ അത് ട്രൂ സോളിഡ് അല്ല.
എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചതിൽ സോളിഡ്സ് ആർ റിജിഡ് എന്നാണ് പറഞ്ഞത്. ഇൻകംപ്രസിബിൾ ആണ്, റിജിഡ് ആണ്. പക്ഷേ അമോർഫസ് സോളിഡ്, എക്സാമ്പിൾ റബ്ബർ, അതിന് നമുക്ക് ചെറിയ രീതിയിൽ കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് സ്യൂഡോ സോളിഡ്സ് എന്ന് പറയാം. ഇനി റിജിഡ് അല്ല അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത്. ഒരു ഇരുമ്പ് കഷ്ണവും ഒരു റബ്ബറും നോക്കുകയാണെങ്കിൽ ഇരുമ്പ് കഷ്ണം എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡാണ്. അതിന് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല, റിജിഡാണ്. എന്നാൽ റബ്ബർ എന്ന് പറയുന്നത് നമുക്ക് അതിനെ അമർത്താൻ പറ്റും, അതിനെ നമുക്കൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വളയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റിജിഡ് അല്ല. ഇതാണ് അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സ്. അപ്പോൾ സോളിഡ്സിനെ 2ആയിട്ട് തരംതിരിക്കാം. റെഗുലർ ഓർഡർ ഉള്ള സോളിഡ്സ്, ഓർഡർലി അറേഞ്ച്മെൻറ്റ് സോളിഡ്സിനെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും, ഡിസോർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്ന സോളിഡ്സിനെ അമോർഫസ് സോളിഡ്സ് എന്നും പറയാം. ഈ അമോർഫസ് സോളിഡ്സിനെ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയാം. അതായത് സോളിഡ്സിൻ്റെ ക്യാരക്ടറിൽ ചില കാര്യങ്ങളിൽ വ്യത്യാസം കാണിക്കുന്നത് കൊണ്ടാണ് അതിനെ സ്യൂഡോ മീൻസ് ഫാൾസ് എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയെന്ന് നോക്കാം. 1. ക്രിസ്റ്റലൈൻ സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഉണ്ട്. എന്നാൽ അമോർഫസ് സോളിഡ്സിന് ഇറഗുലർ ഷേപ്പാണ്. ഒരു സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഓരോ ക്രിസ്റ്റലിനും ഓരോ ഷേപ്പ് ഉണ്ട്. എന്നാൽ അമോർഫസ് സോളിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറഗുലറാണ്. നമ്മുടെ റബ്ബർ, അതിന് ഒരു റെഗുലർ ഷേപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കതിനെ ചെറിയ രീതിയിൽ കംപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡാണ്. അത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആണുള്ളത്. എന്നാൽ അമോർഫസ് സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. ഗ്രാജുവലി സോഫ്റ്റൻ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടൊരു മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ്. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ ഗ്രാജുവലി സോഫ്റ്റൻ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നാച്ചർ സോഫ്റ്റൻ ആവുന്നു. നമ്മൾ റബ്ബറിനെ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് ഒരു പരിധിവരെ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനും പറ്റും. പിന്നീട് അതിൻ്റെ ക്യാരക്ടർ മാറിപ്പോകും. എന്നാൽ നമുക്കൊരു അയൺ പീസാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു ഫിക്സഡ് ആയിട്ട് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അമോർഫസ് സോളിഡ്സിന് അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടൊരു മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യം ചിലപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ അത് പെട്ടെന്ന് മെൽറ്റാവും, അങ്ങനെ സംഭവിക്കാം. മൂന്നാമത്തത് ട്രൂ സോളിഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സോളിഡ്സിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇത് കാണിക്കുന്നത് കൊണ്ട് അതിനെ ട്രൂ സോളിഡ്സ് എന്ന് പറയാം. ഇനി അമോർഫസ് സോളിഡ്സ് ആണെങ്കിൽ സ്യൂഡോ സോളിഡ്സ് ആണ്, അതായത് ഫാൾസ് സോളിഡാണ്. സോളിഡ്സിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇത് കാണിക്കുന്നില്ല. 4ാമത്തെ പോയിൻ്റ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് അനൈസോട്രോപ്പിക് ആണ്. അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ചില ക്യാരക്ടേഴ്സ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഇതെല്ലാം ഓരോ ഡയറക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും വ്യത്യാസമായിരിക്കും. ഒരു ക്രിസ്റ്റലിൻ്റെ തന്നെ ഇപ്പോൾ ഡയഗണലി നോക്കുമ്പോൾ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, എന്നാൽ പെർപെൻഡിക്കുലറായിട്ട് അതിനെ കട്ട് ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസം വരാം. അതുകൊണ്ടാണ് അതിനെ അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത്. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ ഐസോട്രോപ്പിക് ആണ്. ഏത് ഡയറക്ഷനിൽ നോക്കിയാലും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റെസിസ്റ്റൻസും ഒക്കെ സെയിം ആയിരിക്കും. അതാണ് അനൈസോട്രോപ്പിക്കും ഐസോട്രോപ്പിക്കും. അനൈസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഡിഫറൻറ്റ് വാല്യൂസ് കാണിക്കുന്നത്. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ നോക്കിയാലും വാല്യൂസ് സെയിം ആയിരിക്കും.
ഇനി അഞ്ചാമത്തെ പോയിന്റ് മോർ റിജിഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എല്ലാം റിജിഡാണ്. റിജിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ ലെസ് റിജിഡാണ്, റിജിഡിറ്റി കുറവാണ്, അതിനെ നമുക്ക് ചെറിയ രീതിയിൽ കംപ്രസ് ചെയ്യാൻ പറ്റും. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത് ഇതിന് ഫിക്സഡ് ഓർഡർ ഉണ്ട്, അതിനെയാണ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഒരു റെഗുലർ പാറ്റേൺ ഉള്ളത് കൊണ്ടാണ് അതിനെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും നമ്മൾ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ഓർഡറാണ്, അതായത് റെഗുലർ ഓർഡർ അല്ല. പിന്നെ റിപ്പീറ്റിംഗ് പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ് ഓൺലി. അതിൻ്റെ മോളിക്യൂൾസ് ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഒരുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇടയ്ക്ക് വന്നിട്ട് ഗ്യാപ്പ് ഉണ്ടാവാം. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഒരു റെഗുലർ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എവിടെ നോക്കിയാലും ആ റെഗുലർ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും. അപ്പോൾ ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് ഇവിടെ നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ജോമെട്രിക്കൽ ഷേപ്പ്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അമോർഫസ് സോളിഡ്സിന് ഇറഗുലർ ഷേപ്പാണ്, നമുക്ക് അതിൻ്റെ ഷേപ്പ് ചെറിയ രീതിയിൽ മാറ്റാൻ സാധിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അമോർഫസ് സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നുള്ളത് ട്രൂ സോളിഡ്സ് ആണ്. അമോർഫസ് സോളിഡ്സ് എന്നുള്ളത് സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ ഫാൾസ് സോളിഡ്സ് ആണ്. നാലാമത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റെസിസ്റ്റൻസ് പോലുള്ള വാല്യൂസ് പല ഡയറക്ഷനിലും പല വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അമോർഫസിലാണ് ഐസോട്രോപ്പിക് ആണ്, ഏത് ഡയറക്ഷനിൽ നോക്കിയാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റെസിസ്റ്റൻസും ഒക്കെ സെയിം ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എല്ലാം റിജിഡാണ്, അമോർഫസ് സോളിഡ്സ് ലെസ് റിജിഡാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡറാണ്, അതായത് റെഗുലർ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, ലോങ് റേഞ്ച് ആയിരിക്കും. അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. ഈ റെഗുലർ പാറ്റേൺ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ പാറ്റേണിൽ ചില വ്യത്യാസം, റെഗുലർ പാറ്റേൺ കാണത്തില്ല. ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഫിഗർ നോക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4. അപ്പോൾ സോളിഡ്സിനെ രണ്ടായിട്ട് തിരിച്ചു, ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4ആയിട്ട് തിരിക്കുന്നു. ഒന്നാമത്തത് മോളിക്കുലാർ ക്രിസ്റ്റൽ, രണ്ടാമത്തത് അയോണിക് ക്രിസ്റ്റൽ, മൂന്നാമത്തത് നെറ്റ്വർക്ക് ക്രിസ്റ്റൽ. ഇതിന് വേറൊരു പേരുണ്ട്, കോവാലൻ്റ് ക്രിസ്റ്റൽ എന്നും പറയാം. നെറ്റ്വർക്ക് ക്രിസ്റ്റൽ അല്ലെങ്കിൽ കോവാലൻ്റ് ക്രിസ്റ്റൽ. നാലാമത്തത് മെറ്റാലിക് ക്രിസ്റ്റൽ. ഇനി മോളിക്കുലാർ ക്രിസ്റ്റലിനെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് നോൺ പോളാർ, രണ്ടാമത്തത് പോളാർ, മൂന്നാമത്തത് ഹൈഡ്രജൻ ബോണ്ടഡ്. അപ്പോൾ ആദ്യം നമുക്ക് മോളിക്കുലാർ ക്രിസ്റ്റൽ എന്താണെന്ന് നോക്കാം. മോളിക്കുലാർ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. അതാണ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത്. അതിനെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് നോൺ പോളാർ, രണ്ടാമത്തത് പോളാർ, മൂന്നാമത്തത് ഹൈഡ്രജൻ ബോണ്ട്. നോൺ പോളാർ മോളിക്കുലാർ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ആ ക്രിസ്റ്റലിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് നോൺ പോളാർ ആയിരിക്കും, അതായത് പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾസ് ആയിരിക്കും. എക്സാമ്പിൾ H2, Cl2 ഇങ്ങനെ വരുന്ന പാർട്ടിക്കിൾസ് ആയിരിക്കും അതിൽ കാണുന്നത്. അപ്പോൾ മോളിക്കുലാർ ക്രിസ്റ്റലിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ പോളാർ മോളിക്കുലാർ ക്രിസ്റ്റൽ.
they consist of molecules of non-polar like H2Cl2 etc. Second one, polar molecules അല്ലെങ്കിൽ polar molecular crystal. ഇതിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് പൊളാരിറ്റി ഉള്ളതായിരിക്കും, പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. എക്സാമ്പിൾ HCl. പോളാർ കോമ്പൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പാർഷ്യലായിട്ട് ചാർജുള്ള കോമ്പൗണ്ട്സ് ആണ് പോളാർ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ HCl ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവും ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുമാണ്. അത് കാരണം ക്ലോറിനെ ഈ ഷെയർഡ് ഇലക്ട്രോൺ ക്ലോറിൻ്റെ അടുത്തേക്ക് കൂടുതൽ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് കാരണം അതിന് പാർഷ്യലായിട്ട് ചാർജ് വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷന് പോകുന്നില്ല. അപ്പോൾ ഇത് പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിളാണ്. അതായത് മോളിക്കുലാർ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അതിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. അതിൽ 3 ക്ലാസിഫിക്കേഷൻ ഒന്ന് നോൺ പോളാർ, അതായത് പൊളാരിറ്റി ഇല്ലാത്ത H2Cl2 ഇങ്ങനെയുള്ള മോളിക്യൂൾസ് അടങ്ങിയതാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ അതിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് പോളാർ നേച്ചർ ആയിരിക്കും, പാർഷ്യലി ചാർജ് ഉള്ള മോളിക്യൂൾസ് ആണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ HCl. ഇനിയുള്ളത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ ക്രിസ്റ്റൽ. എക്സാമ്പിൾ ഐസ്. വാട്ടറിൽ നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടുള്ള മോളിക്യൂൾസ് അതിനെയാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലാർ സോളിഡ്സിൽ 3 ടൈപ്പ് ഉണ്ട്. മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അതിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. അതിൽ പൊളാരിറ്റി ഇല്ലാത്തതിന് നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയും. പോളാർ നേച്ചറായിട്ടുള്ള മോളിക്യൂൾസിനാണ് പോളാർ എന്ന് പറയുന്നത്, അതായത് പാർഷ്യലായിട്ട് ചാർജുള്ള മോളിക്യൂൾസ്. ഇനി ഹൈഡ്രജൻ ബോണ്ട് ഉള്ള മോളിക്യൂൾസ് ചേർന്ന ക്രിസ്റ്റലിനെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ ക്രിസ്റ്റൽ എന്ന് പറയും. എക്സാമ്പിൾ ഐസ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ മോളിക്കുലാർ ക്രിസ്റ്റലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സെക്കൻഡ് വൺ, അയോണിക് ക്രിസ്റ്റൽ. നിങ്ങൾ പഠിച്ചിട്ടുള്ള അയോണിക് ബോണ്ട് തന്നെയാണ് ഇതിനും വരുന്നത്. അയോൺസ് ആയിരിക്കും ഇതിലെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ആദ്യം പഠിച്ചത് മോളിക്യൂളാണ് പാർട്ടിക്കിൾസ്, അതിനെ മോളിക്കുലാർ ക്രിസ്റ്റൽ എന്ന് പറയും. രണ്ടാമത്തത് അയോണിക് ക്രിസ്റ്റൽ, അതായത് ഈ സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഒരു ആനയോണും കാറ്റയോണും കാണും, അത് തമ്മിലുള്ള ആകർഷണ ബലമാണ് ആ ക്രിസ്റ്റലിനെ പിടിച്ച് നിർത്തുന്നത്. ലൈക്ക് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിനകത്ത് ഒന്ന് ഇലക്ട്രോൺ കൊടുക്കുന്നു, മറ്റൊന്ന് ഇലക്ട്രോൺ വാങ്ങുന്നു. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് നടക്കുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് പറയാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അയോണിക് സോളിഡാണ്. അതിനകത്തുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അയോൺസ് ആണ്. പോസിറ്റീവ് അയോണായ സോഡിയവും നെഗറ്റീവ് അയോണായ ക്ലോറിനും. അതിനകത്തുള്ള ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ബോണ്ടാണ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിലെ രണ്ടാമത്തെ ടൈപ്പ് അയോണിക് ക്രിസ്റ്റൽസ്. ഇതിലെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും. മൂന്നാമത്തത് നെറ്റ്വർക്ക് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ കോവാലൻ്റ് ക്രിസ്റ്റൽ. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് കോവാലൻ്റ് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോവാലൻ്റ് ബോണ്ടിലായിരിക്കും കാണപ്പെടുന്നത്. എക്സാമ്പിൾ ഡയമണ്ട് ഒരു കോവാലൻ്റ് ക്രിസ്റ്റലിന് എക്സാമ്പിളാണ്. അതിനകത്ത് പാർട്ടിക്കിൾസ് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടഡ് ആറ്റംസ് ആയിരിക്കും. ഇനി നാലാമത്തത് മെറ്റാലിക് ക്രിസ്റ്റൽസ്. മെറ്റാലിക് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ് അതിന് എക്സാമ്പിൾ. അയൺ, അലുമിനിയം ഇങ്ങനെയുള്ള മെറ്റൽസ് ആണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ മെറ്റാലിക് സോളിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
they are positive ions surrounded by a sea of free electrons. പോസിറ്റീവ് അയോൺസ് ആയിരിക്കും, അതിന് ചുറ്റും ഇലക്ട്രോൺസിൻ്റെ ഒരു സീ, ഒരു ഇലക്ട്രോൺ ക്ലൗഡ് അതിന് ചുറ്റും കാണപ്പെടുന്നു. ദീസ് ഇലക്ട്രോൺസ് ആർ മൊബൈൽ, അതായത് മൊബിലിറ്റി ഉള്ളത്, ചലിക്കാൻ സാധിക്കുന്നതാണ്. അത് കാരണം ഈ മെറ്റാലിക് ക്രിസ്റ്റൽസ് എല്ലാം ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. When an electric field is applied, these electrons flow through the network of positive ions. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഫീൽഡിന് ചുറ്റും സഞ്ചരിക്കും. അപ്പോൾ മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുന്നത് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഈ പറഞ്ഞ 4 സോളിഡ്സിലും ഏറ്റവും കൂടുതലായിട്ട് ഈ കറണ്ടും ഹീറ്റും കണ്ടക്ട് ചെയ്യുന്നത് ഈ മെറ്റാലിക് സോളിഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4ആയിട്ട് തിരിച്ചു. മോളിക്കുലാർ ക്രിസ്റ്റൽ, രണ്ടാമത്തത് അയോണിക് ക്രിസ്റ്റൽ, മൂന്നാമത്തത് നെറ്റ്വർക്ക് ക്രിസ്റ്റൽ, നാലാമത്തത് മെറ്റാലിക് ക്രിസ്റ്റൽ. നെറ്റ്വർക്ക് ക്രിസ്റ്റലിന് മറ്റൊരു പേരുണ്ട്, കോവാലൻ ക്രിസ്റ്റൽ എന്ന് പറയും. അടുത്ത ഫിഗർ നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മോളിക്കുലാർ സോളിഡ്സിനെ 3ആയിട്ട് തിരിച്ചു. നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. അതിലെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് നോക്കുക, മോളിക്യൂൾസ് ആണ്. അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് അയോണിക് സോളിഡ്സ്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡ്, ഇതൊക്കെ. മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു ഓൾ മെറ്റൽസ് ലൈക്ക് അയൺ, അലുമിനിയം, സിൽവർ എക്സെട്ര. ഇതിനകത്ത് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺ. പോസിറ്റീവ് അയോൺസ് ആണ്, അതൊരു ഇലക്ട്രോൺ ക്ലൗഡിനകത്ത് കാണപ്പെടുന്നു. നാലാമത്തത് കോവാലൻറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്രിസ്റ്റൽ. അതിലെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആറ്റംസ് ആണ്, അത് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ്. എക്സാമ്പിൾ ക്വാർട്സ്, ഡയമണ്ട്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം സോളിഡ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ക്രിസ്റ്റലൈനും അമോർഫസും. അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ് സോളിഡ്സ്. ഇനി മോളിക്കുലാർ സോളിഡ്സിൽ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നോൺ പോളാർ, പോളാർ, പിന്നെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂൾസ്. അപ്പോൾ ഈ പറഞ്ഞ 4 ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ചോദിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.